പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെയും വർദ്ധിച്ചുവരുന്ന ഭൗമ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ ബ്രിക്സ് വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ നിർണായക നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഇറാനും UAEയും ഉൾപ്പെടെയുള്ള ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ സാന്നിധ്യത്തിൽ ഹോർമുസ് കടലിടുക്കിലെയും ചെങ്കടലിലെയും കപ്പൽ ഗതാഗത സുരക്ഷയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ഉത്കണ്ഠ വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ശക്തമായ ഭാഷയിൽ രേഖപ്പെടുത്തി. ഏകപക്ഷീയമായ ഉപരോധങ്ങളും നിലവിലെ പ്രതിസന്ധികളും തരണം ചെയ്യാൻ ബ്രിക്സ് രാജ്യങ്ങൾ പ്രായോഗികമായ വഴികൾ കണ്ടെത്തണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. സമാധാനമെന്നത് ഭാഗികമാകാൻ കഴിയില്ലെന്നും രാജ്യങ്ങളുടെ പരമാധികാരവും അഖണ്ഡതയും മാനിച്ചുകൊണ്ട് സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കൂ എന്നും S. ജയശങ്കർ വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കപ്പെടണമെന്നും സിവിലിയന്മാരെയും പൊതു അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള തടസ്സമില്ലാത്ത ചരക്ക് ഗതാഗതം അത്യന്താപേക്ഷിതമാണെന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം സവിശേഷ ശ്രദ്ധയാകർഷിച്ചു. അതേസമയം ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനും UAEയും തമ്മിലുള്ള ഭിന്നതകൾ ബ്രിക്സ് വേദിയിലും പ്രകടമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ സംയുക്ത പ്രസ്താവന പുറത്തിറക്കാൻ കഴിയാത്ത വിധം ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായിരുന്നു. സമ്മേളനത്തിനിടെ ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചിയും UAE മന്ത്രി ഖലീഫ ഷഹീൻ അൽ മറാറും തമ്മിൽ രൂക്ഷമായ വാഗ്വാദങ്ങൾ ഉണ്ടായതായും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. പുതിയതായി കടന്നുവന്ന അംഗങ്ങൾ ബ്രിക്സിന്റെ സമവായ സംവിധാനങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടതുണ്ടെന്ന ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുടെ പരാമർശം ഈ സാഹചര്യത്തിൽ അതീവ നിർണായകമാണ്. എന്നാൽ തങ്ങൾ നിയമവിരുദ്ധമായ വിപുലീകരണ വാദത്തിന്റെയും യുദ്ധക്കൊതിയുടെയും ഇരകളാണെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാക്ചി സമ്മേളനത്തിൽ പ്രതികരിച്ചത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അന്താരാഷ്ട്ര നിയമലംഘനങ്ങളെയും അധിനിവേശങ്ങളെയും ബ്രിക്സ് രാജ്യങ്ങൾ അപലപിക്കണമെന്നും ഇറാൻ ആവശ്യപ്പെട്ടു. ഇറാനുമായും UAEയുമായും ഒരുപോലെ മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന ഇന്ത്യ പശ്ചിമേഷ്യയിൽ തികഞ്ഞ നയതന്ത്ര സന്തുലിതാവസ്ഥയാണ് കാത്തുസൂക്ഷിക്കുന്നത്. ഇതിനിടെ ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കൂടുതൽ കരുത്തു പകർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായക UAE സന്ദർശനം വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ്. 4 യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പര്യടനത്തിന്റെ ആദ്യഘട്ടമായാണ് അദ്ദേഹം UAEയിലെത്തുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം നടത്തുന്ന ചർച്ചകളിൽ ഊർജ്ജ സഹകരണം കൂടുതൽ വിപുലീകരിക്കുന്നത് പ്രധാന അജണ്ടയാകും. 2014 ശേഷം ഇത് 8ാം തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി UPA സന്ദർശിക്കുന്നത് എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തരായ ഊർജ്ജ പങ്കാളിയായി UAE തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.